ഹായ്, ചിലരുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് റീച്ച് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അവരിപ്പം ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ ഇടും. പക്ഷേ ഓരോ വീഡിയോയ്ക്കും മാക്സിമം ആയിട്ട് വരുന്നത് 8 അല്ലെങ്കിൽ 10, 100 ഇങ്ങനെയുള്ള റീച്ചാണ് അധികം കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയാം. കാരണം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ലാത്തതുകൊണ്ടാണ്. അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്. അതിന് മുമ്പേ ഒരു കാര്യം കൂടി മെയിനായിട്ട് പറയാനുള്ളത്, നമ്മളെപ്പോഴും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ക്വാളിറ്റി കുറയാൻ പാടില്ല. എപ്പോഴും HD ക്വാളിറ്റി വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ നമ്മുടെ ഷോർട്സ് വീഡിയോ നമുക്ക് വൈറലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രെൻഡിങ് സോങ്ങിനാണ് ഷോർട്സിൽ വീഡിയോ വൈറലാവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ട്രെൻഡിങ് സോങ് ചെയ്യണം. ട്രെൻഡിങ് സോങ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഏതാണ് മ്യൂസിക്, ഹിന്ദി, മലയാളം ഏതാണ് മ്യൂസിക്, ആ മ്യൂസിക്കിൻ്റെ വീഡിയോ ചെയ്യുക. അതായത് നമ്മൾ റിമിക്സ് ചെയ്യുക. അറിയാലോ ഷോർട്സിൽ റിമിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ റിമിക്സ് ചെയ്യുന്നത് വഴി എന്താവും, നമുക്ക് മാക്സിമം നമ്മളുടെ റീച്ച് കൂട്ടാൻ പറ്റും. അതുകൂടാണ്ട് റീച്ച് മാത്രമല്ല, നമുക്ക് സബ്സ്ക്രൈബറും കൂടും. അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ഓഡിയൻസിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ട്രെൻഡിങ് സോങ് നമ്മൾ റിമിക്സ് ചെയ്യുന്നത് വഴി. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതലും നമ്മളെ ക്രിയേറ്റേഴ്സ്, യൂട്യൂബ് വീഡിയോ ക്രിയേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അവർക്കൊക്കെ റീച്ച് ആവുന്നതും സബ്സ്ക്രൈബർ വരുന്നതും ഒക്കെ ട്രെൻഡിങ് സോങ്ങിലൂടെയാണ്. നിങ്ങൾ നോക്കിക്കോ, എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുന്നുള്ളൂ, പക്ഷേ അവരുടെ സോങ് ആണ് നോക്കണം. സോങ് എപ്പോഴും ട്രെൻഡിങ് ആയിരിക്കും. പല ഹിന്ദി ചാനലും പല മലയാളം ചാനലുകളും നോക്കും. അവർക്കൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലും അവരുടെ ചാനൽ സക്സസ് ആവുന്നത് അവർ ഷോർട്സ് ചെയ്യുന്ന എല്ലാ ഷോർട്സിനും ലേറ്റസ്റ്റ് മ്യൂസിക് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടാഗ് കൊടുക്കുന്ന ഇതാണ്. അതായത് നമ്മൾ ശരിയായ രീതിയിൽ #ടാഗ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ന്യൂസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വേറെ ടാഗാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് മ്യൂസിക്കിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഫുഡിൻ്റെ ഫുഡ് ബ്ലോഗ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, അതിന് കണക്കായിട്ടുള്ള #ടാഗാണ് ഉപയോഗിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഫുഡ് ബ്ലോഗാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടാഗും അതുപോലെ അതിൻ്റെ ടൈറ്റിലും എപ്പോഴും എന്ന് വെച്ചാൽ ഈ ഫുഡ്, അതായത് ഫുഡ് സംബന്ധിച്ചിട്ടുള്ള ടൈറ്റിലും അതുപോലെ ഫുഡ് സംബന്ധിച്ചിട്ടുള്ള ടാഗും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സിനിമ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ടാഗ്, ഏതെങ്കിലും യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടുള്ള ടാഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ടാഗോ ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഓഡിയൻസ് ബിൽഡ് ആവില്ല. നമുക്ക് ശരിയായിട്ടുള്ള ഓഡിയൻസ് ഇപ്പോൾ എപ്പോഴും നമ്മുടെ ചാനലിലേക്ക് ശരിക്കുള്ളൊരു ഓഡിയൻസ്, നമ്മുടെ ശരിക്കായിട്ടുള്ള കാണികൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് വരുത്തിക്കണമെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള ടാഗ് കൊടുക്കണം, ശരിയായിട്ടുള്ള ടൈറ്റിലും കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും നമുക്കൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓഡിയൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ ഇടുമ്പോഴും ആ വീഡിയോക്കൊക്കെ റീച്ച് ആയിരിക്കും. 100% റീച്ച് കിട്ടും. 100% റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള നമ്മളെ ഓഡിയൻസിന്, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫുഡ് ബ്ലോഗ് ആണെങ്കിൽ നമ്മളെപ്പോഴും ഫുഡ് ബ്ലോഗ് മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഫുഡിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഭക്ഷണപ്രിയരായിട്ടുള്ള ആൾക്കാരും ഇവരൊക്കെ ആയിട്ട് കൂടുതൽ നമ്മുടെ ഓഡിയൻസ് ആവും. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്ന് ഫുഡ് ബ്ലോഗ് ചെയ്ത് ഇപ്പം നാളെ ഇപ്പോൾ ട്രാവലിംഗ് ചെയ്ത് മറ്റന്നാൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഓഡിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതുവഴി എന്താവും, നമ്മൾ വീഡിയോ ഇപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇട്ട് അതിന് കുറച്ച് റീച്ച് ഉണ്ടാവും, നാളെ ഉണ്ടാവില്ല, മറ്റന്നാളെ ഉണ്ടാവില്ല, ഈ ഒരാഴ്ച 2 ആഴ്ച ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, എന്ത് കാര്യം ചെയ്യുന്നത് നമ്മൾ അതിനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോഴാണ് ശരിക്കും ഓഡിയൻസ് ബിൽഡ് ആവുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 10, 20, 30 ഒക്കെയാണ് വ്യൂവേഴ്സ് ഉണ്ടാവുക. ചിലപ്പം 10, 25 സബ്സ്ക്രൈബർ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കിയാൽ മതി, നിങ്ങൾ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ശരിക്കും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ അനലൈറ്റിക്സിൽ ശരിക്കും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ പതിയെ നിങ്ങൾ ബിൽഡായിട്ട് നിങ്ങളുടെ ഓഡിയൻസ് ബിൽഡ് ആവുന്നത് കാണാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോ എന്ത് കാര്യം സ്റ്റാർട്ടിൽ തുടങ്ങുമ്പോൾ എന്ത് കാര്യം ചെയ്യുന്നത് അത് തന്നെ എൻഡിങ്ങിലും ചെയ്യണം. അതായത് നമ്മൾ ഫുഡിൻ്റെ ആണെങ്കിൽ എപ്പോഴും ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്ത് കാര്യങ്ങളും, ഇപ്പോൾ ഗ്രാഫിക്സ് വീഡിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡാൻസിങ് വീഡിയോ എന്തായെങ്കിലും നമ്മൾ അത് മാത്രം ചെയ്യാൻ പാടില്ല. വേറൊരു കാര്യം ചെയ്യാൻ പാടില്ല. വേറെ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ് നമുക്ക് ബ്രേക്ക് ആവും. അതുവഴി നമുക്ക് റീച്ചിങ് ഒക്കെ നമുക്ക് പോകും. ഓക്കെ, സോ
നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.